സഹനങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ഈശോ. സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മയും പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്, എന്റെ ജീവിതത്തിൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന വലിയ സത്യം. ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിന്റെ ആഘോഷമാണ്. അത് നമുക്ക് രക്ഷ നൽകിയ വലിയൊരു സംഭവമാണ്. ക്രൂശിനുള്ള രൂപം ഒരു തിരിശേഷിപ്പാണ്, ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും തിരിശേഷിപ്പ്. നമ്മുടെ ജീവിതത്തെ പ്രശ്നങ്ങളാക്കി മാറ്റി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നാം നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ കുരിശുകളെ തിരിക്കുരിശിനോട് ചേർത്ത് വയ്ക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെയും ഒക്കെ തിരിച്ചു പിടിക്കുവാനും നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് രക്ഷാകരമാക്കി മാറ്റുവാനും ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നമ്മളുടെ സ്നേഹത്തിന്റെ പാരമ്യമാണ് കുരിശിലെ മരണം. നമ്മുടെ ദൈവം സ്വപ്നങ്ങളിലൂടെ സിംഹാസനങ്ങളിലിരുന്ന് പർദീസയിലിരുന്ന് നമ്മുടെ ദുഃഖങ്ങൾ നോക്കിക്കാണുന്ന, നമ്മുടെ ദുഃഖങ്ങളെ ആശ്രയിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വേദനകൾക്ക് വേണ്ടി, നമ്മുടെ സഹനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശി മരിച്ചവരാണ് നമ്മുടെ ഈശോ. ദുഃഖ വെള്ളിയാഴ്ച സകലതും പൂർത്തീകരിച്ച് കടന്നുപോയ ദിവസമാണ്. അന്ന് കുരിശിൽ സംഭവിച്ചത് ഈശോയുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്ന് എന്നെയും നിന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യം അത് തന്നെയാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണം. ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനും മറ്റുള്ളവർ ദൈവജനം പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്നോടുകൂടി ആയിരിക്കുവാനും എന്റെ ജീവിതത്തിലെ സഹനങ്ങളെ നിന്റെ കുരിശോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി മാറ്റുവാനും എന്നെ സഹായിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.